പാമ്പുകളുടെ സാന്നിധ്യം വീട്ടിലും വീട്ടുപരിസരങ്ങളിലും കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ പരിസരത്ത് പോകുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ റെയർ ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുക്കളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പൂന്തോട്ടത്തിലെ കാര്യം തന്നെ എടുക്കാം. ചെടികളും ഉള്ളവരായിരിക്കും എല്ലാ വീടുകളിലും. അപ്പോൾ ഈ ചെടിച്ചട്ടികൾ വെക്കുമ്പോൾ മാക്സിമം അകലത്തിൽ വെക്കുക, അകലം പാലിച്ച് വെക്കുക. അതുപോലെ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും വേണം. ആ പാമ്പിന് മുട്ടയിടാനും അത് വിരിയാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. നമ്മുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വസിക്കാനുള്ള ഒരു ടെൻഡൻസി മാറുന്നതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുളിമുറിയാണ്. പ്രധാനമായും അവിടെയാണ് വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് നനവ്, അതുകൊണ്ട് തന്നെ പാമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ അത് എല്ലാ ദിവസവും നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വീടിനോട് ചേർന്ന് പടർത്തി എന്തെങ്കിലും വള്ളിച്ചെടികളോ മണി പ്ലാന്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന കുട എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടയുടെ അകത്ത് പാമ്പ് സുഖമായി വന്ന് ഇരിക്കാനും സാധ്യതയുണ്ട്. പല്ലിയെ പിടിക്കാനായിട്ടൊക്കെ അങ്ങനെ വന്ന് ഭിത്തിയിലൂടെ വന്ന് അതിൻ്റെ അകത്ത് കയറി ഒളിക്കാനും സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ പുറത്ത് കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ, കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ, സൈക്കിൾ, അങ്ങനെയുള്ള കൊച്ചു കളിപ്പാട്ടങ്ങൾ പോലും ചെറിയ ഹോള് മതി. ഒരു പേനയുടെ ക്യാപ്പിൻ്റെ ഹോളിൽ കൂടി വരെ കൊച്ചു പാമ്പുകൾ അകത്ത് കയറുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കൂടി ചെക്ക് ചെയ്യുക എല്ലാ ദിവസവും. എന്നിട്ട് അതിനുശേഷം മാത്രം അവർക്ക് കൊടുക്കുക. സൈക്കിളിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് കാണാൻ സാധ്യത കേട്ടോ. സീറ്റിൻ്റെ അടിയിൽ കാണാനായിട്ടാണ് പ്രധാന സാധ്യത. ഒന്ന് നല്ലപോലെ വടി കൊണ്ട് അടിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം സൈക്കിൾ ചവിട്ടാനായിട്ട് കൊടുക്കുക. അടുക്കളയിൽ അതുപോലെ കുറച്ച് ദിവസങ്ങളോളം ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന മൺകലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി പരിശോധിക്കുക ഇടയ്ക്കിടയ്ക്ക്. അവിടെ ഒന്നും പാമ്പുകൾക്ക് വസിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബാഗുകൾ, പഴയ ബാഗും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് എവിടെയെങ്കിലും ഒരു മൂലയിൽ. അപ്പോൾ അത് തുറന്നു കിടക്കുകയായിരിക്കാം. തുറന്നു കിടക്കണമെന്നൊന്നുമില്ല. ചെറിയൊരു ഹോളുണ്ടെങ്കിൽ അതുവഴി പാമ്പ് സുരക്ഷിതമായി അതിൻ്റെ അകത്തിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാമ്പിനെ സ്കൂൾ ബാഗിൽ നിന്നും കിട്ടിയ ഒരുപാട് അനുഭവങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ വെൻറ്റിലേഷൻ അത് ഒരു നെറ്റ് വെച്ച് അടയ്ക്കുന്നത് നല്ലതാണ്. അഥവാ തുറന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ കട്ടിൽ ഭിത്തിയോട് ചേർന്നിടാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ രാത്രിയാണല്ലോ ഇവരെ ഇര പിടിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുവഴി അകത്ത് പല്ലി എന്തെങ്കിലും പിടിക്കാനായിട്ട് അകത്ത് കിടക്കാനും അത് ഭിത്തി വഴി താഴെ വരാനും ബെഡിൽ വന്ന് ഒളിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ഈ ബെഡിലോട്ട് കയറാനുള്ളൊരു ടെൻഡൻസി. അതുകൊണ്ട് ഭിത്തിയിൽ നിന്നും കുറച്ച് അകലത്തിൽ കട്ടിലിടുക. പിന്നെ നമ്മുടെ വീട്ടിലെ കർട്ടൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഹോൾഡറിൽ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിലൊക്കെ അതിന് ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടാകുമല്ലോ, അപ്പോൾ അതിലൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് കർട്ടൻ ഹോൾഡർ. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷൂ ഇടുന്നതിന് മുന്നേ നമ്മൾ ആ ഷൂ ഒന്ന് നീളമുള്ള വടി കൊണ്ട് കൊട്ടിക്കുടഞ്ഞെടുക്കുക. ഇത് കുട്ടികൾക്കും കൂടി പറഞ്ഞു കൊടുക്കുക. അവരും കാല് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഷൂവിൻ്റെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കാൻ അവരോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം അടച്ചു വെച്ചിരിക്കുന്ന മീറ്റർ ബോക്സിൻ്റെ അകത്തുനിന്ന് നമ്മൾ പാമ്പിൻ്റെ ഒരു പടം കിട്ടിയതാണ് കേട്ടോ. പൊഴിച്ച പടം കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക മീറ്റർ ബോക്സിൻ്റെ അകത്ത്. പിന്നെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവർ വിറക് എടുക്കാൻ പോകുമ്പോഴും അതുപോലെ ചിരട്ട എടുക്കാൻ പോകുമ്പോഴും ഒക്കെ നീളമുള്ള ഒരു കമ്പ് കൊണ്ട് വൃത്തിയായിട്ട് കൊട്ടി നോക്കിയതിന് ശേഷം കയറി പിടിക്കുക. അല്ലെങ്കിൽ കയ്യിൽ അത് ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബെഡ്, തലയിണ, സെറ്റിയുടെ പുറകുഭാഗം, സെറ്റിയൊക്കെ നല്ലപോലെ ഒന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.